ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് 36-ാം ദശകം ആരംഭിക്കുകയാണ്. പരശുരാമ അവതാരം, പരശുരാമന്റെ ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത്. അത്രേ പുത്രതയാ പുരാത്വം അനസൂയായാം ഹിതത്താപിതോ ജാതശിഷ്യനിബന്ധതന്ത്രിതമന സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടാ ഭക്തതമേന ഹേഹയ മഹീപാലേന തസ്മൈ വരാനഷ്ടൈശ്വര്യ മുഖാൻ പ്രദായ ദദിത സോ സ്വേനൈവ ച അന്തേവതം. ഒരിക്കൽ ഭഗവാൻ അത്രി മഹർഷിയുടെയും അനസൂയയുടെയും ഭക്തി ജ്ഞാനാദികളിൽ പ്രസന്നനായി താൻ തന്നെ അവരുടെ പുത്രനായി ജനിക്കുമെന്ന് അവരെ അനുഗ്രഹിച്ചു. അതനുസരിച്ച് ഭഗവാൻ ദത്താത്രേയൻ എന്ന പേരിൽ അവരുടെ മകനായി അവതരിച്ചു. മഹാജ്ഞാനിയായ ദത്താത്രേയൻ ശിഷ്യന്മാരുടെയും ആരാധകരുടെയും ഉപദ്രവത്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായി മദ്യപാനം കൊണ്ട് മതിച്ചവനെ പോലെ ഭാര്യയോടൊത്ത് സ്വസ്ഥനായി സഞ്ചരിച്ച് പോന്നു. കേകയ രാജാവായ കാർത്തവീര്യാർജുനൻ അദ്ദേഹത്തിൻ്റെ ഭക്തനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യങ്ങൾ തുടങ്ങിയ വരങ്ങൾ നൽകി. അവസാന കാലത്ത് താൻ തന്നെ കാർത്തവീര്യാർജുനനെ വധിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. അത്രേ പുത്രതയാ പുരാത്വമനസൂയായാം ഹിതത്താപിതോ ജാത ശിഷ്യനിബന്ധതന്ത്രിതമന സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാനഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിത സ്വനൈവ ചാന്തേ വധം. മുപ്പത്തിയാറാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. സത്യം കർത്തുമദാർജുനസ്യ ജവരം തത്ശക്തി മാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർപരം സഞ്ജാതോ ജമദഗ്നിധോ മൃദുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേശ്വരജ പിത്രോരഥ സമ്മതം. ഭക്തന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന അല്ലയോ ഭഗവാനേ ഹരേ, നിന്തിലൂടെ പിന്നീട് കാർത്തവീര്യാർജുനന് നൽകിയ വരത്തെ സത്യമാക്കാനായി ഭൃഗുവിന്റെ വംശത്തിൽ ജമദഗ്നി മഹർഷിയുടെ പുത്രനായി അവതരിച്ചു. മഹർഷിയുടെ സന്താനങ്ങളിൽ ഏറ്റവും ഇളയവനായാണ് ഭഗവാൻ അവതരിച്ചത്. ഇക്കാലത്ത് ക്ഷത്രിയവർഗം ബാഹുബലം കൊണ്ട് മതിക്കുന്നവരായി തീർന്നു. ബ്രഹ്മദ്വേഷികളായ അവർ ഭൂമിക്ക് ഭാരമായി തീർന്നു. അവരിൽ ഏറ്റവും ശക്തനായ കാർത്തവീര്യാർജുനനെ ഭയന്ന് അവർ ഒട്ടൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു. ഭൂഭാരം വളരെ വർദ്ധിച്ചപ്പോൾ ക്ഷത്രിയവർഗത്തെ ആകെ നശിപ്പിക്കുന്നതിനായി ജമദഗ്നി മഹർഷിയുടെ പുത്രനായി ഭഗവാൻ അവതരിച്ചു. മഹർഷിയുടെ സന്താനങ്ങളിൽ ഏറ്റവും ഇളയവനായാണ് ഭഗവാൻ അവതരിച്ചത്.
ശിശുവിന് മാതാപിതാക്കൾ രാമൻ എന്ന പേര് നൽകി. രാമൻ മാതാപിതാക്കൾക്ക് ആനന്ദം നൽകുന്നവരായി വളർന്നു വന്നു. സത്യം കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തി മാത്രാനദം ബ്രഹ്മ ദ്വേഷിതദാഖിലം നൃപകുലം ഗന്ധും ച ഭൂമേ പരം സഞ്ജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേശ്വരജ പിത്രോരഥാസമ്മതം. 36-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന്. ലബ്ധാമ്രായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതി വിദുക്രോധാകുലസ്യ ജയ താദാജ്ഞാദികസോ ദരൈഃ സമമിമം ഛിദ്വാദ ശാന്താത് വിദുസ്തേഷാം ജീവനയോഗ മാപിത വരം മാതാജതേദാത്പരം. അങ്ങനെ രാമൻ വളർന്നു 14 വയസ്സ് പ്രായമായപ്പോൾ നിദ്രവടി എല്ലാ വേദങ്ങളും പഠിച്ചു. ഒരിക്കൽ ഗംഗാനദിയിൽ നിന്ന് ജലം കൊണ്ടുവരാൻ പോയ അമ്മ രേണുകാദേവി നദിയിൽ ജലക്രീഡ ചെയ്തിരുന്ന ചിത്രരഥൻ എന്ന ഗന്ധർവരാജാവിനെയും ഭാര്യമാരെയും കണ്ടു. ആ കാഴ്ച ദേവിയെ അല്പമൊന്ന് ആകർഷിച്ചു. കുറച്ചു നേരം ആ കാഴ്ച കണ്ട് നിന്നുപോയി. മാനസികമായി തത്കാലത്തേക്കുണ്ടായ ആ പരപുരുഷ ആസക്തി ജമദഗ്നി മഹർഷി ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞു. അമ്മയോട് കോപിഷ്ഠനായി പുത്രന്മാരോട് അമ്മയെ വധിക്കാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. അമ്മയെ കൊല്ലാൻ മക്കൾക്ക് മനസ്സ് വന്നില്ല. ഒടുവിൽ ഇളയ മകനായ രാമനോടും മഹർഷി അമ്മയെയും മൂത്ത സഹോദരങ്ങളെയും വധിക്കാനായിട്ട് ആജ്ഞാപിച്ചു. പിതാവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്ന രാമൻ അമ്മയെയും അച്ഛൻ്റെ ആജ്ഞ ലംഘിച്ച സഹോദരന്മാരെയും വധിച്ചു. കുറെ കഴിഞ്ഞ് കോപം ശമിച്ചപ്പോൾ ജമദഗ്നി രാമനോട് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. രാമൻ എന്താണ് പറഞ്ഞത്? മരിച്ചുപോയ എല്ലാവർക്കും, അമ്മയ്ക്കും അതുപോലെ സഹോദരങ്ങൾക്കും എല്ലാം ജീവൻ തിരികെ നൽകണം, തിരികെ കിട്ടണം. അതുപോലെ താൻ അവരെ വധിച്ച വിവരം അവരുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോവുകയും വേണം. ഇതാണ് രാമൻ ചോദിച്ച വരം. മഹർഷിയുടെ തപപ്രഭാവം കൊണ്ട് ഈ മരിച്ച മക്കളും രേണുകാദേവിയും എല്ലാം ജീവനോടെ തിരിച്ചു വന്നു. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അവർക്ക് രേണുക ദേവിയും സന്തോഷത്തോടെ മകന് അനേകം മരങ്ങൾ നൽകി. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഇവിടെ ഉണ്ടായത്. വേറൊന്നും നോക്കിയില്ല. മറ്റു മക്കൾക്കൊക്കെ അതെന്തോ ഒരു കുഴപ്പമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ രാമൻ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചാൽ, തൻ്റെ അച്ഛന് നല്ല തപശക്തിയുണ്ട്, അതിനെ മുതലാക്കുക എന്ന് രാമൻ വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് അച്ഛനെ ധിക്കരിച്ചതുമില്ല, അമ്മയെയും സഹോദരങ്ങളെയും വധിച്ചു. പക്ഷെ പിന്നീട് അവർക്ക് ജീവിതം തിരിച്ച് നേടിക്കൊടുക്കുകയും ചെയ്തു. അതാണ്
അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം. ലബ്ധ്വാം മ്നായ ഗണശ്ചതുർദശമയാ ഗന്ധർവ രാജേ മനാഗാസക്താം കില മാതരം പ്രതി വിദുക്രുതാകുല സ്യാജ്ഞയാ താദാജ്ഞാതി രസോദരൈ സമമിമാം ചിത്വാ അധ ശാന്താത് പിതാ പിതുസ്തേഷാം ജീവനയോഗമാപിത വരം മാതാ ച തേദാത്മനാൻ. 36-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. പിത്രാമാതൃമുദേസ്തവാകൃത വിയദ്ധേനോർ നിജാദാശ്രമാത് പ്രസ്ഥായാത ഭൃഗോർഗിരാ ഹിമഗിരാവാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും ത്വദുക്തതനുജ ചേദീ മഹാസത്രാധികം പ്രാപ്തോ മിത്രമതാകൃത വ്രണമുനിം പ്രാപ്യാഗമ സ്വാശ്രമം. നമ്മുടെ ജമദഗ്നി മഹർഷി സ്തോത്രങ്ങൾ കൊണ്ട് സ്വർഗത്തിലുള്ള കാമധേനുവിനെ പ്രസാദിപ്പിച്ചു, തൻ്റെ ആശ്രമത്തിലേക്ക് വരുത്തുകയും ചെയ്തു. നമുക്കറിയാം, ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കുന്ന ഒരു പശുവാണ് കാമധേനു. അങ്ങനെ കാമധേനുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ആശ്രമം സ്വർഗതുല്യമായി, അല്ലേ? എന്ത് ചോദിച്ചാലും തരുന്ന ഒരു പശുവാണ്, സ്വർഗത്തിലെ ധേനുവാണ് കാമധേനു. തൻ്റെ പത്നിയായ രേണുകാദേവിയുടെ സന്തോഷത്തിനായാണ് മഹർഷി ഇത് ചെയ്തത്, അല്ലേ? മഹർഷി ഒരിക്കൽ തൻ്റെ ഭാര്യയെ വധിച്ചതാണ്, മക്കളെ കൊണ്ട് അല്ലെങ്കിൽ രാമനെ കൊണ്ട് വധിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം ഒരു ചിലപ്പോൾ മാനസാന്തരം വന്നിട്ടുണ്ടാവും, ഭാര്യയുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാണ് ആയിരിക്കാം കാമധേനുവിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇതിപ്പോൾ സ്വർഗതുല്യമായ ഈ ആശ്രമം നമ്മുടെ രാമനെ ഒട്ടും ആകർഷിച്ചില്ല, അദ്ദേഹത്തിന് ഇതൊന്നും ഇഷ്ടമല്ല. അപ്പം എന്ത് ചെയ്തു? പിതാമഹനായ ഭൃഗുമഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് രാമൻ ആശ്രമം വിട്ടുപോയി ഹിമാലയത്തിൽ ചെന്ന് കഠിനമായ തപസ് ചെയ്തു ഗൗരീപതിയായ ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ചു. ഭഗവാൻ പരശു എന്നൊരായുധം രാമന് കൊടുത്തു. അങ്ങനെയാണ് പരശുരാമൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നത്. പരമേശ്വരന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു അസുരനെ രാമൻ വധിക്കുകയും ചെയ്തു. സന്തുഷ്ടനായ ശിവൻ പല ദിവ്യാസ്ത്രങ്ങളും രാമന് ദാനം ചെയ്തു. അകൃതവ്രണൻ എന്നൊരു മഹർഷി ഈ ഘട്ടത്തിൽ രാമന്റെ സുഹൃത്തായി തീർന്നു. പിന്നീട് രാമൻ പരശുരാമനായി തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. പിത്രാമാതൃമുദേസ്തവാകൃത വിയദ്ദേനോർനിജാശ്രമാത് പ്രസ്ഥായാത ഭൃഗോർഗിരാഹിമഗിരാവാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തതനുജച്ഛേദി മഹാസത്രാധികം പ്രാപ്തോ മിത്രമതാകൃതം വ്രണമുനിം പ്രാപ്യാഗമ സ്വാശ്രമം. 36-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. ആഖേഡോ ഭഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണേ ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ
ഗാം ക്രേതും സജീവം നിയുക്ത കുതിയാതേനാവിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹദ ചമോചക്രേണ വത്സോ ഹൃദഃ. ഒരിക്കൽ കാർത്തവീര്യാർജുനൻ നായാട്ടിനു വേണ്ടി പുറപ്പെട്ടു. വഴിക്ക് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. മഹർഷി രാജാവല്ലേ, അദ്ദേഹത്തെ ആദരപൂർവം സ്വീകരിച്ചു, സൽക്കരിച്ചു. ആശ്രമത്തിലുണ്ടായിരുന്ന കാമധേനുവിൻ്റെ ദിവ്യപ്രഭാവം കൊണ്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അവ കൊണ്ടാണ് കാർത്തവീര്യാർജുനനെ അദ്ദേഹത്തെയും അതുപോലെ അവരുടെ സൈന്യത്തെയും ഒക്കെ സൽക്കരിച്ചത്. രാജാവിന് പോലും സാധിക്കാത്ത രീതിയിൽ വിഭവ സമൃദ്ധമായി സത്കാരം ചെയ്തതിൽ അർജുനൻ സന്തുഷ്ടനായി. നഗരത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ രാജാവിനെ അദ്ദേഹത്തിൻ്റെ ദുർബുദ്ധിയായ ഒരു മന്ത്രി പറഞ്ഞിളക്കി. എന്താത്? എല്ലാ രത്നങ്ങളുടെയും അവകാശി മഹാരാജാവാണ്. അപ്പോൾ ഈ ഗോരത്നമായ കാമധേനുവും ആ രാജാവിന് അവകാശപ്പെട്ടതാണല്ലോ. മന്ത്രി അങ്ങനെ അർജുനനെ ധരിപ്പിച്ചു. സ്വഭാവേന ധർമ്മിഷ്ഠനായ കാർത്തവീര്യാർജുനൻ ഈ ഒരു മോഹം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. കാരണം രാജാവിൻ്റെ കൊട്ടാരത്തിനേക്കാളും വളരെ വിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങളാണ് താൻ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നുമൊക്കെ തങ്ങൾ അനുഭവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു മോഹം ഉണ്ടായി. മുനി ആവശ്യപ്പെടുന്ന വില കൊടുത്ത് പശുവിനെ വാങ്ങാനായി രാജാവ് തീരുമാനിച്ചു. അതിനായി തൻ്റെ മന്ത്രിയെ നിയോഗിക്കുകയും ചെയ്തു. മന്ത്രി ആശ്രമത്തിൽ ചെന്ന് കാര്യം ബോധിപ്പിച്ചു. പക്ഷെ പശുവിനെ വിൽക്കാൻ മഹർഷി തയ്യാറായില്ല. അപ്പോൾ ബലാത്കാരമായി കൊണ്ടുപോകാൻ മന്ത്രി ഒരുങ്ങി. പക്ഷെ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ച മഹർഷിയെ ആ ദുർബുദ്ധി വധിച്ചളഞ്ഞു. ഈ സംഭവത്തിൽ കോപിച്ച കാമധേനുവിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് നാനാതരത്തിലുള്ള ആയുധങ്ങളുണ്ടായി. അതുപോലെ ഭടന്മാരും. ഈ ഭടന്മാർ ആയുധങ്ങൾ ഉപയോഗിച്ച് മന്ത്രിയുടെ സൈന്യത്തെ പൂർണ്ണമായും നശിപ്പിച്ചു. എങ്കിലും ആ മന്ത്രി കാമധേനുവിൻ്റെ കിടാവിനെ അപഹരിച്ചു കൊണ്ടുപോയി. ഭാഗവതത്തിൽ കാമധേനുവിനെയും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്തായാലും രാജാവ് ഈ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും കാമധേനുവിൻ്റെ പിതാവിനെ നന്ദിനി പശു കൊണ്ടുപോയി എന്നാണ് ഇവിടെ പറയുന്നത്. ആഖേടോ ഭഗതോർജുനസുര ഗവീ സംപ്രാപ്ത സമ്പത്കണേ ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രീതും സജീവം നിയുക്ത കുതിയാതേനോഭിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹദജമോചക്രേണ വത്സോ ഹൃദഃ. 36-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. ശുക്രോജ്ജീവിത താതവാക്യചരിത ക്രോധോദസഖ്യാസമം ബിഭ്രത്യാദമഹോദരോപനിഗതം നിഹിതം ചാപം കുടാരം ശരാൻ ആരൂഢ സഹവാഹയന്ത്ര യന്ത്രകരഥം മാഹിഷ്മദീമാഭിഷന് വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപദോ സംപ്രാസ്തുത സങ്കരം. ശുക്രമഹർഷി
മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ജമദഗ്നി മഹർഷിയെ ജീവിപ്പിച്ചു. ഹേഹേ രാജാവിൻ്റെ മന്ത്രി കാമധേനുവിൻ്റെ കിടാവിനെ അപഹരിക്കുമ്പോൾ പരശുരാമൻ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തിരികെ എത്തിയപ്പോൾ കാർത്തവീര്യാർജുനൻ്റെ മന്ത്രിയുടെ ദുർനയവും അവർ തന്നെ വധിച്ചതും ശുക്രാചാര്യരുടെ ദയ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതും എല്ലാം മകനായ പരശുരാമനോട് ജമദഗ്നി മഹർഷി പറഞ്ഞു. ഇത് കേട്ട് ക്രുദ്ധനായ പരശുരാമൻ പശുക്കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുവാനായി മാഹിഷ്മതിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. യാത്രയ്ക്ക് വേണ്ട സന്നാഹങ്ങൾ ലഭിക്കുവാൻ അദ്ദേഹം ശിവന്റെ കിങ്കരനായ മഹോദരനെ ധ്യാനിച്ചു. മഹോദരൻ രാമന് വില്ലും അമ്പുകളും പരമേശ്വരൻ നൽകിയ വെൺമഴവും പരശു കുതിരകളും സാരഥിയും ചേർന്ന രഥവും കൊണ്ടു കൊടുത്തു. ആ രഥത്തിൽ കയറി തൻ്റെ സുഹൃത്തായ അകൃതവ്രണനോടൊപ്പം പരശുരാമൻ മാഹിഷ്മതി നഗരത്തിലെത്തി. പശുക്കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ നല്ല വാക്ക് പറഞ്ഞ് രാമൻ അപേക്ഷിച്ചു. എങ്കിലും രാജാവ് കൊടുത്തില്ല. അപ്പോൾ എന്തായി? പരശുരാമൻ യുദ്ധത്തിനൊരുങ്ങി. ശുക്രോജ്ജീവിത താതവാക്യചലിത ക്രോധോത സഖ്യാസമം ബിഭ്രത്യാദ മഹോദരോപനിഹിതം ചാപം കുടാരം ശരാൻ ആരൂഢ സഹവാഹയൻ മൃഗ രഥം മാഹിഷ്മതീമാവിശന് വാഗ്ഭിർ വത്സമദാശുഷി ക്ഷിതിപദൗ സംപ്രാർത്തുത സങ്കരം. ഇത് 36-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. പുത്രാണാമയുധേന സപ്തദശഭിശ്ചക്ഷൗഹിണീഭിർ മഹാസേനാനീഭിരനേക മിത്രനിവഹേർ വ്യാജൃംഭിതായോധന സദ്യസ്ത്വത്കുഠാരബാണ വിദളന്നിശേഷ സൈന്യോത്കരോ ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയ സ്വാമാപ തദ്ഹേഹയഃ. അന്ന് ജീവിച്ചിരുന്ന രാജാക്കന്മാരിൽ ഏറ്റവും പ്രതാപശാലിയായിരുന്നു കാർത്തവീര്യാർജുനൻ. യുദ്ധത്തിനായി വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ 10,000 മക്കളും 17 അക്ഷൗഹിണിപ്പടയും മഹാന്മാരായ സേനാനായകന്മാരും അനേകം സ്നേഹിതന്മാരും എല്ലാം ചേർന്ന് പരശുരാമനോട് യുദ്ധം ചെയ്തു. രാമൻ്റെ പരശു എന്ന മഴു, ബാണങ്ങൾ മുതലായവയാൽ നിശേഷ സൈന്യങ്ങളും നശിച്ചു. പുത്രന്മാരിലും സൈന്യങ്ങളിലെ ശേഷിച്ച ആളുകളും ഒക്കെ ഇത് കണ്ട് ഓടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് കാർത്തവീര്യാർജുനൻ നേരിട്ട് പരശുരാമനോട് യുദ്ധം ചെയ്തു. പുത്രാണാമയുധേന സപ്തദശഭിശ്ചക്ഷൗഹിണീഭിർ മഹാസേനാനീഭിരനേക മിത്രനിവഹൈർ വ്യാജൃംഭിതായോധന സദ്യസ്ത്വത്കുടാര ബാണവിദളന്നിശേഷ സൈന്യോത്കരോ ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയ സ്വാമാപ തദ്ഹേഹയഃ. 36-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണ്
ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. ലീലാവാരിത നർമ്മദാ ജലവലൽ ലങ്കേശ ഗർവാപഹ ശ്രീമദ് ബാഹുസഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്തന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേഭി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിത സർവദോഷമവധീഃ സോഗാത് പരം തേ പദം. കാർത്തവീര്യാർജുനൻ ഇപ്പൊ തനിയെയാണ് പരശുരാമനോട് യുദ്ധം ചെയ്യുന്നത്. കാർത്തവീര്യാർജുനന്റെ ബാഹുബലത്തെ ഉദാഹരിക്കുന്ന ഒരു സംഭവകഥ ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ കാർത്തവീര്യാർജുനൻ പത്നിമാരോടുകൂടി നർമ്മദാ നദിയിൽ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ 1000 കൈകളും നിവർത്തിപ്പിടിച്ച് നർമ്മദയുടെ ഒഴുക്ക് തടഞ്ഞ് ഒരു തടാകം പോലെ ആക്കിയിട്ടാണ് കളി. നർമ്മദയുടെ ഒഴുക്ക് തടഞ്ഞപ്പോൾ എന്തുണ്ടായി? വെള്ളം പെരുകി. 2 വശങ്ങളുമുള്ള കരപ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുഴുകി. ആ സമയത്ത് ലങ്കേശ്വരനായ രാവണൻ കാർത്തവീര്യാർജുനൻ ജലക്രീഡ നടത്തുന്ന നർമ്മദാ നദിയുടെ മുകൾ വശത്തായിട്ട് ശിവപൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം പെരുകിയപ്പോൾ പൂജാദ്രവ്യങ്ങളും രാവണനും വെള്ളത്തിനടിയിലായി. ക്രുദ്ധനായ രാവണൻ അർജുനനോട് യുദ്ധത്തിനൊരുങ്ങി. അർജുനൻ രാവണനെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി, കാരാഗൃഹത്തിലാക്കി എന്ന് പറയുന്നു. ഇത്ര പ്രതാപിയായ ആളോടാണ് പരശുരാമൻ ഒറ്റയ്ക്ക് എതിരിടുന്നത്. 1000 കൈകളിൽ നിന്ന് വർഷിക്കപ്പെട്ട ആയുധങ്ങളെ പരശുരാമൻ നിഷ്പ്രയാസം തടുത്തു. ഒടുവിൽ ഗുരു ഉപദേശിച്ച വൈഷ്ണവചക്രം രാജാവ് പരശുരാമനെതിരെ പ്രയോഗിച്ചു. എതിരില്ലാത്ത ആ ആയുധവും നിഷ്ഫലമായി. അല്ലേ? വിഷ്ണുവിൻ്റെ ആയുധമാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ് പരശുരാമൻ. അപ്പോൾ പിന്നെ അവിടെ അത് നിഷ്പ്രഭമാകാണ്ട് തരമില്ല. ഇത്രയൊക്കെ ആയപ്പോൾ കാർത്തവീര്യാർജുനന് മനസ്സിലായി, താൻ യുദ്ധം ചെയ്യുന്നത് സാക്ഷാൽ ഹരിയോടാണ്, വിഷ്ണുവിനോടാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഭക്തിപൂർവം അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭുജങ്ങളും, അല്ലേ, 1000 കൈകളാണ്. ഇവിടെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാമക്രോധാദികളായ എല്ലാ ദോഷങ്ങളെയും നശിപ്പിച്ച് അർജുനനെ വധിച്ചു. അങ്ങനെ ഭഗവാന്റെ പരമപദമായ വിഷ്ണു ലോകത്തെ അല്ലെങ്കിൽ പരമപദത്തെ, മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ താൻ പറഞ്ഞ കാര്യം നിറവേറ്റി. അല്ലേ? പണ്ട് കാർത്തവീര്യാർജുനന് പല വരങ്ങളും കൊടുത്ത് കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ തന്നെ അവസാനം തന്നെ വധിക്കുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി കൂടിയാണ് പരശുരാമൻ ഈ അവതാരം എടുത്തിരിക്കുന്നത്. ആ കാര്യം അദ്ദേഹം സഫലീകരിച്ചു. ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശ ഗർവാപഹ ശ്രീമദ് ബാഹുസഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്തന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേഭി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിത സർവദോഷ അവധീഃ സോഗാത് പരം തേ പദം. മുപ്പത്താറാം ദശകത്തിലെ 9ാമത്തെ ശ്ലോകം. ഭൂയോ വർഷിത ഹേഹയാത്മജഗണേസ്തേ തദേരേണുകാമാഗ്രാനാം ഹൃദയം നിരീക്ഷ്യ
ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹന് ധ്യാനാനീത രഥായുധസ്ത്വമകൃത വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ക്ഷത്രിയ വംശം ബ്രഹ്മദ്വേഷികളായി മാറി. കാരണം അവരുടെ നേതാവാണ് കാർത്തവീര്യാർജുനൻ. കാർത്തവീര്യാർജുനന്റെ ബാഹുബലം കൊണ്ട് മാത്രം അവർ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അത് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാൻ കാർത്തവീര്യാർജുനെ വധിച്ചതോടുകൂടി ബ്രാഹ്മണർക്കെതിരായുള്ള ക്ഷത്രിയരുടെ അനാചാരങ്ങൾ വർദ്ധിച്ചു. ക്ഷത്രിയന്മാര് ബ്രാഹ്മണരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇപ്പോഴാകട്ടെ ഒരു കാരണവും കൂടി ഉണ്ടായി. അർജുനപുത്രന്മാർ അച്ഛൻ്റെ വധത്തിൽ കോപിച്ചു. അല്ലെ, കാർത്തവീര്യാർജുൻ്റെ മക്കൾ കുറേ ഉണ്ട്. അവര് അച്ഛനെ കൊന്നതിൽ അവര് ദേഷ്യം വന്നിരിക്കുകയാണ്. അവരെന്ത് ചെയ്തു? ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ ആക്രമിച്ചു കടന്നു. പരശുരാമൻ ഇല്ലാത്ത നേരത്താണ് അവിടെ ചെന്നത്. അദ്ദേഹം ജമദഗ്നി മഹർഷി സമാധിയിലിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവർ അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ച് വധിച്ചു. ഇത് കണ്ട രേണുകാദേവി അമ്മ, ജമദഗ്നിയുടെ ഭാര്യ, മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് പരശുരാമൻ വരുന്നത്. അങ്ങനെ അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ട് അവിടെ ഒരു ശപഥം എടുക്കുകയാണ്. എന്താ? ക്ഷത്രിയ വംശത്തെ ഒട്ടാകെ നശിപ്പിക്കുമെന്ന്. അതിഘോരമായ ഒരു പ്രതിജ്ഞയായിരുന്നു അത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ധ്യാനം കൊണ്ട് മാത്രം രഥവും ആയുധങ്ങളും എല്ലാം തന്നെ വന്നു ചേർന്നു. രഥത്തിൽ കയറി എല്ലാ ദിക്കുകളിലും സഞ്ചരിച്ച് സകല ക്ഷത്രിയന്മാരെയും, അതായത് ബ്രാഹ്മണ ദ്രോഹികളായ ക്ഷത്രിയരെ വെൺമഴ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും ഒക്കെ നശിപ്പിച്ചു. ഭൂമിയെ ക്ഷത്രിയന്മാരില്ലാതാക്കി തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. 21 തവണ ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചു എന്ന് കഥ പറയുന്നുണ്ട്. ഭൂയോമർഷിത കേഹയാത്മജഗണൈർ താദേഹതേരേണുകാമാഗ്രാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീത രഥായുധസ്തുമകൃത വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുടാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. 36 ദശകത്തിലെ 10ാമത്തെ ശ്ലോകം. താതോ ജീവനകൃപാലകുലം ത്രിസപ്തകൃത്തോ ജയൻ സന്ദർഭ്യാഥ സമന്തപഞ്ചകമകാരക്ത രക്തഹൃദൗഖേ പിതൃയജ്ഞേ ശ്മാമഭി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോമും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരേ ഭവാൻ. അങ്ങനെ ഹേഹയപുത്രന്മാരോട് പകരം വീട്ടിയ ശേഷം ശ്രീ പരശുരാമൻ പിതാവിനെ വീണ്ടും ജീവിപ്പിച്ചു. ജമദഗ്നി മരിച്ചപ്പോൾ രേണുക 21 തവണ മാറത്തടിച്ച് നിലവിളിച്ചു എന്നും അതുകൊണ്ട് ക്ഷത്രിയ വംശത്തെ 21 തവണ പരശുരാമൻ ഓടി നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വധിച്ച ക്ഷത്രിയരുടെ രക്തം കൊണ്ട് എല്ലാ ക്ഷത്രിയന്മാരെയും വധിച്ചിരിക്കുകയാണ്.
അവരുടെ മഴ കൊണ്ടൊക്കെ തല വെട്ടിയിട്ടൊക്കെയാണ്, കഴുത്ത് വെട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അവരുടെ രക്തം ഇങ്ങനെ തളം കെട്ടി കുളം പോലെ നിൽക്കുകയാണ്, തടാകം പോലെ. അങ്ങനെയുള്ള ആ തടാകങ്ങളിൽ അദ്ദേഹം പിതൃതർപ്പണം നടത്തി. അങ്ങനെ ക്രോധം ഒട്ടൊന്ന് ശമിച്ചു. അപ്പോൾ ചെയ്തുപോയ നരഹത്യയ്ക്ക് പ്രായശ്ചിത്തമായി നടത്തിയ മഹായാഗത്തിൽ ഋത്വിക്കുകളായി വന്ന കാശിപൻ തുടങ്ങിയ മഹർഷിമാർക്ക് ഭൂമിയെ മുഴുവൻ ദാനമായി കൊടുത്തു. ക്ഷത്രിയന്മാരൊക്കെ പോയപ്പോൾ പരശുരാമന്റെ കൈവശമായി ഭൂമി മുഴുവനും. അപ്പോൾ ഇത്രയും ക്ഷത്രിയന്മാരെ വധിച്ച് ആ ഒരു പാപം തീർക്കാനായി അദ്ദേഹം ഒരു യാഗം നടത്തി. അതിൽ കാശ്യപൻ തുടങ്ങിയ മഹർഷിമാർക്ക് തനിക്കൊന്നും വേണ്ട ഈ ഭൂമിയെല്ലാം അവർക്ക് ദാനം ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു യുദ്ധം ഉണ്ടായി സാൽവനുമായിട്ട്. അപ്പോൾ സനകാദി മുനികൾ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. സാൽവൻ മരിക്കാനുള്ള സമയമായിട്ടില്ല അല്ലേ? നമുക്കറിയാം, കൃഷ്ണാവതാരത്തിലാണ് കൃഷ്ണനാണ് അദ്ദേഹത്തെ സാൽവനെ കൊല്ലേണ്ടത്. അതുകൊണ്ട് തൽക്കാലം യുദ്ധം നിർത്തിവെക്കുക എന്ന് പറഞ്ഞു. പരശുരാമനെ അങ്ങനെ യുദ്ധത്തിൽ നിന്നും സനക ആദി മുനികൾ പിന്തിരിപ്പിച്ചു. താതോജ്ജീവന കൃന്ദ്രപാലകുലം ത്രിസപ്തകൃത്വോജയൻ സന്ദർപ്യാഥ സമന്തപഞ്ചക മഹാ രക്താകൃതൗഖേ പിതൃൻ യജ്ഞേ ശ്മാമഭി കാശ്യപാദിഷു ദിശന് സാൽവേന യുദ്ധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. 36-ാം ദശകത്തിലെ 11-ാമത്തെ ശ്ലോകം. നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവതിന സാഗരേണ ധരണീം ദൃഷ്ട്വാർത്തിതസ്താപസൈ ധ്യാദേശ്വാസധൃതാനലാസ്ത്ര ചകിതം സിന്ധും ശ്രൂവക്ഷേപണാത് ഉത്സാര്യോധൃത കേരളോ ഭൃഗുപദേ വദേശ സംരക്ഷമാം. സനകാദികൾ പറഞ്ഞിട്ട് സാലുനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ച പരശുരാമൻ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് തീർത്ഥസ്ഥാനമായ മഹേന്ദ്രപർവ്വതത്തിൽ പോയി തപസ് ചെയ്യാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ വേറെ സംഭവം ഉണ്ടായി. സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഗോകർണം വരെയുള്ള കേരള ഭൂമിയെ സമുദ്രം മുക്കിക്കളഞ്ഞു. സമുദ്രത്തിൽ നിന്ന് കേരളത്തെ പുനരുദ്ധരിക്കണമെന്ന് മഹർഷിമാർ പരശുരാമനോട് അപേക്ഷിച്ചു. അവരുടെ അപേക്ഷ സ്വീകരിച്ച് അദ്ദേഹത്തിന് വീണ്ടും ആയുധം എടുക്കേണ്ടി വന്നു. ധ്യാനമാത്രം കൊണ്ട് വൈഷ്ണവ ചാപം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി. അതിൽ ആഗ്നേയാസ്ത്രം തൊടുത്തപ്പോൾ തന്നെ സമുദ്രം ഭയപ്പെട്ടു. ശ്രുവം എറിഞ്ഞ ഗോകർണം വരെയുള്ള കേരളഭൂമിയെ പരശുരാമൻ വീണ്ടെടുത്തു. സമുദ്രം അത്രയും സ്ഥലം വിട്ട് പിന്മാറി. അങ്ങനെ കേരളത്തെ വീണ്ടും ഉദ്ധരിച്ച ഭാർഗവരൂപിയായ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. സത്യത്തിൽ ഈ കഥ ഭാഗവതത്തിലില്ല. കേരളത്തിൽ പ്രചരിക്കുന്ന ഐതിഹ്യം ശ്രീ പരശുരാമൻ മഴുവെറിഞ്ഞ് ഗോകർണം വരെയുള്ള പ്രദേശത്ത് നിന്ന് കടലിനെ മാറ്റി കേരളം സൃഷ്ടിച്ചു എന്നാണ്, അല്ലേ? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മുടെ ഭട്ടതിരിപ്പാട്, അദ്ദേഹം കേരളീയനാണല്ലോ, ഇതറിയാവുന്നത് കൊണ്ട്
അതുകൂടി ഇതിൽ ചേർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂപ്രതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവതി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിത താപസൈഃ ധ്യാദേശ്വാസധൃതാനലാസ്ത്ര ചകിതം സിന്ധും ശ്രുവക്ഷേപണാത് ഉത്സാര്യോദ്ധൃത കേരളോ ഭൃഗുപദേ വദേശ സംരക്ഷമാം. കൃഷ്ണ ഗുരുവായൂരപ്പ.